അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിലേ ഈ അടയാളം നിങ്ങളുടെ ലൈഫിലുണ്ടാകും. ഇത് തിരിച്ചറിഞ്ഞാൽ പിന്നെ നമ്മെക്കാൾ സന്തോഷവും സമാധാനമുള്ളത് മറ്റാർക്കാണ്? തിരിച്ചറിയണ്ടേ റബ്ബിൻ്റെ സ്നേഹം? ഇന്നത്തെ ക്ലാസ് അതിനാകട്ടെ. 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുണ്ട്. ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് നാഥനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോഴേ അള്ളാഹ്ക്ക് നമ്മളിഷ്ടാണോ? അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നുണ്ടോ? എങ്ങനെ പറയല്ലേ? ചില അടയാളങ്ങളുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാലേ അള്ളാഹിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ പറ്റും. എന്നിട്ട് അള്ളാഹിൻ്റെ ഒരു അടിമയായിട്ട് ജീവിച്ചാൽ എന്ത് രസമായിരിക്കും ആ ലൈഫ് എന്നറിയോ? അള്ളാഹിനെ പ്രണയിച്ചുള്ളൊരു ജീവിതം, അതിൻ്റെ ഒരു ഭാഗം നമുക്കൊന്ന് ഒരുമിച്ച് കേട്ടാലോ? എന്നിട്ടത് ജീവിതത്തിൽ അന്വർത്ഥമാക്കിയാലോ? അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ചൊന്ന് കേൾക്കാം. അപ്പൊ അള്ളാഹിന്റെ സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും വേണോ? നമുക്ക് വേണോ? ചിലപ്പോഴൊക്കെ ഞാനിടയ്ക്ക് ചോദിക്കാറില്ല നിങ്ങളോട്, നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോന്ന്? അല്ലേ? നമ്മൾ ഒരുപാട് പിന്നാലെ നടക്കുകയാണ് ഒരു പെൺകുട്ടിയുടെ. ഒരു എക്സാമ്പിൾ പറയാട്ടോ. ഒരുപാട് നടന്നു. പഴയ കാലമാണെങ്കിൽ ലെറ്റേഴ്സ് ഒരുപാട് കൊടുത്തു. ഇന്നിപ്പോൾ ഒരുപാട് മെസ്സേജ് അയച്ചു, ഫ്രണ്ട്സിനെ പറഞ്ഞയച്ചു, ഒരുപാട് ടെക്നിക്സും ടാക്ടിക്സും ഒക്കെ നമ്മളിങ്ങനെ അവിടെ ചിലവാക്കാൻ. എല്ലാം കഴിഞ്ഞിട്ട് അവള് തിരിച്ചു നമ്മളോട് പ്രണയമാണെന്ന് പറയുന്നൊരു വേളയില്ലേ? ആ സമയത്ത് നമ്മുടെ മനസ്സിൽ തോന്നണം എന്താ? ഈ ലോകം മുഴുവൻ കീഴടക്കിയ ഒരു ആനന്ദാണ് അല്ലേ? കണ്ട, അനുഭവസ്ഥർ തലേക്കാട്ടുണ്ട് അല്ലേ? അപ്പൊ അത് താൽക്കാലികമല്ലേ സംഗതി അല്ലേ? അത് നമ്മുടെ മനസ്സിൽ വെറുതെ തോന്നുന്നതാണ്. എന്നാൽ ആ കാമുകിയെയും നമ്മളെയും സർവചരാചരങ്ങളെയും പടച്ച റബ്ബുൽ ആലമീന്റെ പ്രണയം നമുക്ക് ലഭിച്ചാൽ അതെന്തൊരാനന്ദാണ്! എന്തൊരാനന്ദാണ്! ടെൻഷനില്ല, ഡിപ്രഷനില്ല, പ്രഷറില്ല, സമാധാനം മാത്രം. അങ്ങനെ ഒരു ജീവിതം ആസ്വദിക്കണ്ടേ? നമ്മൾ പറയും വേണോ വേണ്ടേ? അല്ലാഹു അതിനെ തൗഫീക്ക് ചെയ്യട്ടെ. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു 3 അടയാളങ്ങൾ നമ്മൾ പറഞ്ഞു. ബേസിക് ആയിട്ട് അള്ളാഹ് നമ്മളെ പ്രണയിച്ചാൽ, നമ്മൾ അള്ളാഹിനെ കുറിച്ച് പ്രണയിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അള്ളാഹ് തിരിച്ച് നമ്മളെ പ്രണയിച്ചാല് 3 അടയാളങ്ങൾ ഉണ്ടാവും. ഒന്ന് എന്തായിരുന്നു? കേക്കട്ടെ. അതായത് മറ്റൊരാളുടെ ആവശ്യമില്ലാത്തവണ്ണം നമ്മളെ തിരുത്താൻ അള്ളാഹു നമ്മുടെ ഖൽബിന്റെ ഉള്ളിലേക്ക് അള്ളാഹിന്റെ പട്ടാളത്തെ പറഞ്ഞേക്കും. ഒരു മാലാഖയെ അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കും. അപ്പൊ മറ്റൊരാൾ വേണ്ടി വരില്ല. നമ്മൾ തെറ്റിലേക്ക് പോകുമ്പോൾ നമ്മളെ ആ മാലാഖ ഇങ്ങനെ തിരുത്തി തരും. കാരണം എന്താ? നമ്മൾ അള്ളാഹ് സ്നേഹിച്ച ആളാ. അങ്ങനെയൊന്നും വഴിതെറ്റിക്കാൻ പഠിച്ചാൽ സമ്മതിക്കൂല. രണ്ടാമത്തേതാരാ? രണ്ടാമത്തെ എന്തായിരുന്നു? സൗമ്യമായ സ്വഭാവം. ഉണ്ടോ നമുക്ക് സൗമ്യമായ സ്വഭാവം? അള്ളാഹ് പ്രണയിച്ചൊരു മനുഷ്യൻ, അള്ളാഹ് സ്നേഹിച്ചൊരു മനുഷ്യനിൽ സൗമ്യമായ സ്വഭാവം ഉണ്ടാകുമെന്ന് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹ്. മൂന്നാമത്തത് എന്തായിരുന്നു? അള്ളാഹ് ഒരാളെ സ്നേഹിച്ചാൽ എന്ത് ചെയ്യും? പറഞ്ഞേ, എന്തായിരുന്നു? കഠിനമായി പരീക്ഷിക്കും. സയ്യിദുനാ റസൂലുള്ളാഹ്. അള്ളാഹ് ഒരാളെ വെറുത്താലല്ല, അള്ളാഹ് ഒരാളോട് ദേഷ്യം പിടിച്ചാലല്ല, അള്ളാഹ് ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞേ? ഒന്ന് പറഞ്ഞേ. കഠിനമായിട്ട് പരീക്ഷിക്കും. നമ്മൾ മനസ്സിലാക്കിയതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ ഇത്? അല്ലേ? നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടുമ്പോൾ അള്ളാഹ്ക്കിനോട് ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോഴോ പടച്ചോൻ എന്നെ കണ്ടൂടാ അല്ലേ? ഒരു സ്നേഹമില്ല. അള്ളാഹ് എന്നെ കൈവിട്ടു. യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം എന്താണ്? അള്ളാഹു ഒരാളെ സ്നേഹിച്ചാൽ അതികഠിനമായി അള്ളാഹു പരീക്ഷിക്കും. എന്തിനത്? നിന്റെ സ്നേഹത്തിന്റെ തീവ്രതയൊന്നറിയാൻ വേണ്ടിയിട്ട്. നിന്റെ ഉള്ളിൽ എത്ര സ്നേഹമുണ്ട് അള്ളാഹിനോട് അല്ലേ? ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് കെട്ടിയോനെ ഇട്ടുണ്ടോടുന്ന ഭാര്യയാണോ നീ? അങ്ങനെയാണോ? അല്ലേ? താങ്ങും തണലുമായി സപ്പോർട്ടീവായി നിൽക്കുമ്പോഴല്ലേ ജീവിതത്തിൽ രസം ഉണ്ടാവുക. കെട്ടിയോൻ എല്ലാ സുഖങ്ങളും ഉള്ളപ്പോൾ അവനിൽ നിന്ന് എല്ലാ സന്തോഷവും ഭാര്യ അനുഭവിച്ചു. അവനിൽ നിന്ന് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ നേരിട്ടു. ഒരു ദിവസം പട്ടിണിയായി വെക്കുക. പിറ്റേന്ന് ഒളിച്ചോടാൻ നിൽക്കണ ഭാര്യയാണെങ്കിൽ നല്ല ഭാര്യയാണോ അത്? ആണോ? അല്ല. നമ്മൾ കല്യാണം കഴിഞ്ഞു, അവള് ഭയങ്കരമായിട്ട് നമ്മളെ സ്നേഹിച്ചു,
ഇത്തിരി കൂടെ ഗ്ലാമർ ഉള്ളതിനെ കണ്ടപ്പോൾ നമ്മൾ അങ്ങ് റൂട്ട് മാറ്റിയാൽ നമ്മൾ നല്ല ഭർത്താവാണോ? അപ്പൊ അള്ളാഹ് നമ്മളെ പരീക്ഷിക്കുന്ന എന്തിനാ? നിന്റെ സ്നേഹം യാഥാർത്ഥ്യമാണോ? അള്ളാഹ്ക്ക് ആ സ്നേഹത്തിന്റെ തീവ്രത ഇങ്ങനെ അള്ളാഹ്ക്കറിയാം. എന്നാൽ അത് കണ്ടിങ്ങനെ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന് വലിയ സന്തോഷാണ്. സയ്യിദുനാ റസൂലുള്ളാഹ് ഹബീബായ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹിൽ ഖൈർ അജ്ജല ലഹുൽ ഉഖൂബത ഫിദ്ദുനിയാ. അള്ളാഹ് ഒരാളെ സ്നേഹിച്ചാൽ, അള്ളാഹ് ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ, നന്മ ഉദ്ദേശിക്കുന്നത് എപ്പോഴാ? അള്ളാഹ് സ്നേഹിക്കുമ്പോഴല്ലേ അല്ലേ? നമ്മൾ സ്നേഹിക്കാത്ത ഒരാൾക്ക് നന്മ ചെയ്ത് കൊടുക്കുവോ? സ്നേഹമുള്ളവർക്ക് നന്മ ചെയ്യുള്ളൂ. അപ്പൊ അള്ളാഹ് ഒരാൾക്ക് നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ നാളെ പരലോകത്ത് ചെന്നിട്ടുള്ള മുഴുവൻ പാപങ്ങളുടെയും അദാബുകളുണ്ടല്ലോ, അതൊക്കെ ഇവിടെ അങ്ങ് തീർത്ത് കളയും. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവും, മനുഷ്യരല്ലേ. അപ്പൊ നമ്മൾ അള്ളാഹനെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തിന്റെ തീവ്രത കൊണ്ട് പടച്ചോൻ നമ്മളെ തിരിച്ച് സ്നേഹിക്കുകയാണെങ്കിൽ ഈ ദുനിയാവിൽ ഒരുപാട് പരീക്ഷണങ്ങൾ തരും. എന്തിനാ? ആ പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ. നീ എന്നെ കാണാൻ വരുമ്പോ ക്ലിയർ ആയിട്ട് ഇങ്ങ് പോന്നാ മതി. റബ്ബുൽ ആലമീൻ സയ്യിദുനാ റസൂലുള്ളാഹ് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ. മനസ്സിലായോ? അവനുള്ള ശിക്ഷ നരകത്തിലേക്ക് മാറ്റി വെക്കൂല, ഇവിടത് പരീക്ഷണവും. ഇനി തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ മോനെ, നീ പരലോകത്ത് വരുമ്പോ നിന്റെ ദറജ ഉയരണ്ടേ അല്ലേ? നമുക്ക് എവിടെയെങ്കിലും ദൂരെ ഇരുന്ന് മുത്തുനബിയെ കണ്ടാ മതിയോ? ശരി, അടുത്തോട്ട് പോകണം. അള്ളാൻ എവിടെയെങ്കിലും ഒക്കെ ഇരുന്ന് കണ്ടാ മതിയോ? 14 അമ്പിളി ഉദിച്ചു നിൽക്കുന്നത് പോലെ റബ്ബുൽ ആലമീന്റെ തിരുദർശനം ഇങ്ങനെ ആസ്വദിക്കണ്ടേ നമുക്ക്? ആ ദറജ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇവിടെ പടച്ചോൻ ഇങ്ങനെ നിന്നെ ഒന്ന് പരീക്ഷിച്ച് കടഞ്ഞെടുക്കും. അതെന്തുകൊണ്ടാ? സ്നേഹം, അതിരറ്റ സ്നേഹം റബ്ബിന് നിന്നോടുള്ളത് കൊണ്ടാണ്. സയ്യിദുനാ റസൂലുള്ളാഹ് മറ്റൊരു ഹദീസ് കാണാം, ഇന്ന ഇളമൽ ജസാഇ മാ ഇളമൽ ബലാ. എത്ര കടുപ്പമേറുന്നുണ്ട് പരീക്ഷണം, അത്ര വലിയ സുഖം, അത്ര വലിയ പ്രതിഫലം കാത്തിരിപ്പുണ്ട്. എന്താണ് ആ പ്രതിഫലം? റബ്ബിനെ കാണലാണ്. ലോകത്തൊരാൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിഫലം എന്താ? ഏറ്റവും വലിയ ആനന്ദം എന്താ? ഒരാൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആനന്ദം അംബാനിയാകലാണോ? ആണോ? അതൊക്കെയാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളുണ്ട്. നമ്മുടെ മഹബത്തൊന്നും റെഡി ആയിട്ടില്ല. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആനന്ദം എന്താണ്? സ്വർഗാണോ? പിന്നെ ഒന്ന് ഉറക്കെ പറഞ്ഞു കേക്കട്ടെ, അള്ളാനെ കാണലാണ്. അതിന് നന്നായി പരീക്ഷിക്കപ്പെടുന്നവന് നന്നായി കാണാൻ പറ്റും. സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ് എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നല്ലാഹ തആല ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും. അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരു സമൂഹത്തെ വല്ലാണ്ട് അങ്ങ് സ്നേഹിച്ചാല് അവരെ നന്നായിട്ട് പരീക്ഷിക്കും. സയ്യിദുനാ റസൂലുള്ളാഹ് എന്നിട്ട് ഫമൻ റളിയ ഫലഹുർ റിളാ. അത് തൃപ്തിപ്പെടുന്നവന് പടച്ചോന്റെ തൃപ്തി ഉണ്ട് എന്നാണ്. മനസ്സിലായോ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ക്ഷമിക്കുന്നവനല്ല, അത് തൃപ്തിപ്പെടുന്നവന്. ഇപ്പൊ അല്ലാഹു റബ്ബുൽ ആലമീൻ പെട്ടെന്ന് നമ്മുടെ വീട്ടിലൊരു മരണം നടക്കണം, നമ്മുടെ കുഞ്ഞ് മരണപ്പെട്ടു എന്ന് വിചാരിക്കും. അല്ലാഹു എല്ലാവർക്കും ദീർഘായുസ് കൊടുക്കട്ടെ. മരണപ്പെട്ടാൽ എന്ത് സംഭവിക്കും? എന്താണ് ഉണ്ടാവുക? സങ്കടം ഉണ്ടാവും. മനുഷ്യരാണ് അല്ലേ? പക്ഷെ സങ്കടവും കടന്ന് നമ്മുടെ പിടിവിട്ടിട്ട് അവസാനം നമ്മൾ എന്ത് ചെയ്യും? കടിച്ചമർത്തും അല്ലേ? സങ്കടം കടിച്ചമർത്തി എന്നിട്ട് എന്താ പറയാ? പടച്ചോൻ കൊണ്ടുപോയി, ക്ഷമിക്കല്ലാണ്ട് എന്ത് ചെയ്യാനാ? ഈ മക്കാമിൽ റിളയില്ല. റിള എവിടെ കിടക്കണേ? എന്റെ കുഞ്ഞിനെ തന്നത് ആരാ? ഉറക്കെ പറഞ്ഞ, ആരാ തന്നത്? തിരിച്ചെടുത്തത് ആരാ? ആ റബ്ബ് മരിച്ചോ? ഹയ്യുല്ല യമൂത്ത്, എന്നൊന്നും ജീവിച്ചിരിക്കുന്ന റബ്ബ് എനിക്കുണ്ട്. ആ റബ്ബിന്റെ തൃപ്തി അങ്ങനെയാണെങ്കിൽ എന്റെ തൃപ്തിയും അതാണ്. അവരാണ് റിളയുടെ മക്കാമിൽ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും പടച്ചോൻ പരീക്ഷിച്ചിട്ടില്ല അല്ലേ? എനിക്ക് തമിഴ്നാട്ടിലൊരു സഹോദരൻ ഓർമ്മയുണ്ട്. പെട്ടെന്ന് ഓർമ്മ വന്നാണ്. ഒരു 10-15 കൊല്ലം മുമ്പാണ്. സ്വന്തം മോൻ, ഏതാണ്ട് 7 വയസ്സുള്ള കുട്ടി, ഒരു ബോർവെല്ലിന്റെ അകത്തൊക്കെ പോയി. വലിയ വാർത്തയായിരുന്നു. കുഞ്ഞ് മരിച്ചിട്ട് അങ്ങനെ പൊക്കിയൊക്കെ എടുത്ത് ആ കുഞ്ഞിനെ കണ്ടപ്പോഴത്തേക്ക് ഞാനവിടെ ചെല്ലാണ്. മരണ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ മനുഷ്യൻ മയ്യത്ത് കാണുമ്പോൾ ചൊല്ലേണ്ട ദുആ പറഞ്ഞു കൊടുക്കുക. ആര്? വാപ്പ. വരുന്ന ആളുകളോടൊക്കെ പറയണം, എന്റെ മോന് വേണ്ടി ദുആ ഇറക്കട്ടെ, ഇതാ റസൂലുള്ളാഹ് പഠിപ്പിച്ച ദുആ ഇതാണ്. മൂപ്പരെല്ലാവർക്കും കാണിച്ചിട്ട് ചൊല്ലിക്കൊടുക്കാൻ. ഇതാണ് റിള. അവിടെ ബഹളം ഉണ്ടാക്കി, ഒച്ചപ്പാടുണ്ടാക്കി, പടച്ചോൻ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, നീ ക്ഷമിക്കല്ലാണ്ട് എന്താ ചെയ്യാ റബ്ബേ? ഇതല്ല അള്ളാനെ പ്രണയിക്കുന്നവന്റെ സ്വഭാവം. ഫമൻ റളിയ, തൃപ്തിപ്പെടുന്നവൻ. എന്ത് തന്നാലും തൃപ്തി.
എൻ്റെ റബ്ബ് എനിക്ക് നരകം തന്നാലും തൃപ്തി. ഓ, എന്തൊരാനന്ദാണ്. നാളെ പരലോകത്ത് അങ്ങനെ ഒരു മനുഷ്യൻ വരും എന്ന് പറഞ്ഞില്ലേ നമ്മള് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസില്? ആ മനുഷ്യനോട് പടച്ചോൻ ചോദിക്കാൻ, എന്താ മോനെ നീ എന്നെ കുറിച്ച് വിചാരിക്കണം? യാ റബ്ബി, നീ എനിക്ക് തന്നതൊക്കെ നല്ലതാണ്. അപ്പൊ ഇവിടെ ഞാൻ എന്താ നിനക്ക് തരാൻ പോണ? അതും നല്ലതാണല്ല. എന്നാൽ നിന്റെ കിതാബിൽ ഞാൻ എഴുതിയിട്ടുള്ളത് നിനക്ക് നരകമാണെന്നാണ്. ഒരൊറ്റ ഓട്ടാണ് നരകത്തിലേക്ക്, അല്ലേ? നരകത്തിലേക്ക് ഒരൊറ്റ ഓട്ടാണ്. ജബാനിയാക്കളൊന്നും പിടിക്കേണ്ടി വന്നില്ല. അവിടെ ചെന്നപ്പോഴേക്കും നരകമങ്ങ് അണഞ്ഞുപോയി. സയ്യിദുനാ റസൂലുള്ളാഹ്. പ്രണയത്തിന്റെ തീവ്രത ഇബ്രാഹിം നബിക്കറിയാം. നമ്രൂദൻ എങ്ങോട്ടാ വലിച്ചെറിയണേ? തീക്കുണ്ടാരത്തിലേക്ക് മുകളിൽ പറന്നുപോണ പക്ഷികൾ വരെ കരിഞ്ഞു വീഴണുണ്ട്. എന്നെ എറിയല്ലേ 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 എന്ന് പറഞ്ഞു ഇബ്രാഹിം നബി. പറഞ്ഞോ? ഇടയ്ക്ക് ജിബ്രീൽ വരുന്നുണ്ട്, എക്സ്ക്യൂസ് മീ, എന്തെങ്കിലും ഹെൽപ്പ്? ഒരു ഹെൽപ്പും വേണ്ട, ഇത് ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള ഇടപാടാണ്. ഇത് ഞാനും എൻ്റെ റബ്ബും തമ്മിൽ, എനിക്ക് കൊതിയായിട്ട് പാടില്ല തീയിൽ ചാടാൻ. എൻ്റെ റബ്ബ് ഇഷ്ടപ്പെടുന്നത് എന്താ? ഞാൻ തീയിൽ ചാടാനാണെങ്കിൽ ഞാൻ റെഡിയാണ്, എനിക്ക് ഇഷ്ടമാണ്, കൊതിയാണ്. കാരണം എന്താ? ഞാൻ പ്രണയിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ റബ്ബ് ഇഷ്ടപ്പെടുന്നത് ഞാൻ തീയിൽ ചാടാനാണെങ്കിൽ തീയിൽ ചാടാൻ ഞാൻ തയ്യാറാ. സയ്യിദുനാ ഇബ്രാഹിം ആ പ്രണയത്തിന്റെ തീവ്രത കൊണ്ട് തീയങ്ങ് ഐസ് കട്ടയായി പോയി. സയ്യിദുനാ ഇബ്രാഹിം. ഇതാണ് നമ്മുടെ റബ്ബ്. അവന്റെ പരീക്ഷണം അങ്ങനെയാണ്. നമ്മൾ റബ്ബിനെ തിരിച്ചറിയാതെ കടന്ന് ടെൻഷൻ അടിച്ച് ഇങ്ങനെ മരിക്കുകയാണ്. തിരിച്ചറിഞ്ഞ് പ്രണയിച്ച് ആ പരീക്ഷണത്തെ ഒന്ന് ആസ്വദിച്ചു നോക്കിയേ. ഇതൊക്കെ എന്തിനാ നമുക്ക് പറഞ്ഞു തന്നത് സഹോദരങ്ങളെ? ഇതൊക്കെ എന്തിനാ റബ്ബ് പറഞ്ഞു തന്നത്? അല്ലാഹുവിനെ മഹബ്ബത്ത് വെക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ്. അള്ളാഹു ഒരടിമയെ പ്രണയിച്ചു കഴിഞ്ഞാൽ അവനെ പരീക്ഷിക്കും എന്ന് പറഞ്ഞു. ഫീ നഫ്സിഹി, അവന്റെ സ്വന്തം ശരീരത്തിൽ പ്രയാസം കൊടുത്ത് പരീക്ഷിക്കും. വഫി വലദിഹി, അവന്റെ കുടുംബത്തിൽ മക്കളിൽ പരീക്ഷണം കൊടുക്കും. പിന്നെയോ വഫി മാലി, അവന്റെ സമ്പത്തിലും പടച്ചോൻ പരീക്ഷണം കൊടുക്കും. കച്ചവടം ചിലപ്പോൾ തകരും, അപ്പോഴും എന്ത് പറയണം? അതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? കച്ചവടത്തിൽ ലാഭം കിട്ടിയാലും അൽഹംദുലില്ലാ. ഇതൊക്കെ ആരെനിക്ക് തരണത്? എൻ്റെ റബ്ബിനറിഞ്ഞൂടെ എനിക്കെന്താ വേണ്ടതെന്ന്, ഇല്ലേ? എൻ്റെ ഉമ്മ എനിക്ക് നല്ലതല്ലാത്തത് തരുമോ? നമ്മൾ പറഞ്ഞില്ല, അതായത് തൊണ്ടയിൽ ടോൺസിൽസ് ബാധിച്ചൊരു കുഞ്ഞിങ്ങനെ ഐസ്ക്രീം കണ്ടപ്പോൾ കരയണം, ഉമ്മി എനിക്ക് ഐസ്ക്രീം വേണം. ഐസ്ക്രീം ഒന്നുമില്ല, ഐസ്ക്രീം ഒന്നും തരൂല. എന്താ? ആ കുഞ്ഞെന്താ മനസ്സിലാക്കണത് ഉമ്മാനെ കുറിച്ച്? ഉമ്മാക്ക് എന്നോടൊരു, ആ ഉമ്മാനെ പോലെ സ്നേഹമുള്ള വേറൊരു വേണ്ട, അല്ലേ? ആ കുഞ്ഞിന് ഇങ്ങനെ സംഭവിക്കുമെന്ന് ആർക്കറിയാം? എന്നാൽ ആ ഉപ്പാനേക്കാൾ എൻ്റെ ഭാര്യയേക്കാൾ മക്കളേക്കാൾ ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ എന്നെ സ്നേഹിക്കുന്ന ഒരു ഇലാഹ് എനിക്കുണ്ട്, ഒരു റബ്ബ് എനിക്കുണ്ട്, ഇല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അങ്ങനെ ഒരു റബ്ബ് എനിക്കില്ലേ? ആ റബ്ബ് എനിക്ക് എന്ത് തന്നാലും എനിക്ക് ഗുണമാണ്. വേറെ എന്തെങ്കിലും അവൻ തരുമോ? എനിക്കെന്ത് തന്നാലും ഗുണമാണ് എൻ്റെ റബ്ബ്. സയ്യിദുനാ റസൂലുള്ളാഹ്. മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹത്താ യൽഖല്ലാഹു തആല, അള്ളാനെ കണ്ടുമുട്ടുന്നത് വരെ പടച്ചോൻ പരീക്ഷണം തരും. സയ്യിദുനാ റസൂലുള്ളാഹ്. അങ്ങനെ കണ്ടുമുട്ടുമ്പോൾ എന്താ സംഭവിക്കണേ? വമാ അലൈഹി ഖത്തിആ, അവന്റെ ഒരു പാപം ഉണ്ടാവില്ല ശരീരത്തിൽ. ചെയ്ത പാപങ്ങളൊക്കെ കഴുകിപ്പോയിട്ടുണ്ടാവും. എന്തുകൊണ്ട്? ഈ പരീക്ഷണത്തിൽ അവൻ ഇങ്ങനെ തൃപ്തിപ്പെട്ടതുകൊണ്ട്. എന്തു പാപവും അള്ളാഹു കഴുകിക്കളയും. സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ്. സംഗതി ഇതൊക്കെ നമ്മൾ കേട്ടതാണ്, പക്ഷെ കേട്ടുപോയാൽ പോരാ. ഞാൻ പറയട്ടെ, എനിക്ക് ചിലപ്പോൾ ബോറടിക്കുന്നുണ്ടാ? കോടികളുണ്ട്, മക്കളുണ്ട്, വലിയ വീടുണ്ട്, ബംഗ്ലാവുണ്ട്, കാറുണ്ട്, സമാധാനമില്ല. അങ്ങനെ ഒരു ജീവിതം നമുക്ക് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരാൾക്ക് കോടികളില്ല, അന്നന്ന് ജീവിച്ചു പോകുന്നുണ്ട്, സ്വന്തമായിട്ടൊരു വീടില്ല, വാടകയ്ക്കാണ് കിടക്കണത്, കുടുംബമുണ്ട്, മക്കളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ അങ്ങോട്ട് ദാരിദ്ര്യത്തിൽ പോണ്, പക്ഷെ സമാധാനമുണ്ട്. അവനെപ്പോലൊരു സമ്പന്നം വേറെ ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഉണ്ടോ? പരീക്ഷണം നമുക്ക് വരുന്നില്ലേ, പേടിക്കണം എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. പരീക്ഷണം വരാത്തതിനെ പേടിക്കണം. ഒരു പക്ഷേ പരീക്ഷണം വന്നില്ലെങ്കിൽ അവൻ കാഫിറായേക്കാം, മുനാഫിക്കായേക്കാം. കാരണം അവനിൽ അള്ളാന്റെ സ്നേഹമില്ല. മനസ്സിലാണ്ടോ? അള്ളാന്റെ സ്നേഹം ഉണ്ടെങ്കിൽ പരീക്ഷണം ഉണ്ടാവും. നിനക്ക് ഒരു പരീക്ഷണവും വരണില്ലേ, ഒന്നുകിൽ കാഫിറായേക്കാം, മുനാഫിക്കായേക്കാം. സയ്യിദുനാ റസൂലുള്ളാഹ്. ഒരു ഹദീസിൽ കാണാം, അള്ളാഹ് സ്നേഹിക്കുന്ന ഒരു മനുഷ്യന്റെ ഉപമ, മുഅ്മിന്റെ ഉപമ എങ്ങനെയാണെന്നറിയോ? ഒരു കൃഷിയിടത്തിൽ നിൽക്കുന്ന ഒരു മരം പോലെയാണ്. ഇടക്കിടക്ക് കാറ്റ് വരും, അത് ഇങ്ങോട്ട് ചായും. പക്ഷെ അതിന്റെ പിടിവിട്ടു പോകുമോ? മൊത്തത്തിൽ അത് പറഞ്ഞു പോവില്ല. അതിങ്ങനെ ആടി ഉലഞ്ഞിങ്ങനെ നിൽക്കും, ഉറച്ചു നിൽക്കും.
ഇതുപോലെയാണ് മുഅ്മിൻ. പരീക്ഷണം വരുമ്പോ ആ പ്രയാസത്തിലും അവനിങ്ങനെ ആടിയും ഉലഞ്ഞാലും അവനിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. സയ്യിദുനാ റസൂലുള്ളാഹ്. എന്നാൽ മുനാഫിക്കിന്റെ അടയാളം എങ്ങനെയാണെന്നറിയോ? അവന്റെ നേരെ ഒരു കാറ്റും വരൂല, അവനിങ്ങനെ ഉറച്ചങ്ങോട്ട് നിൽക്കും. അവന്റെ വിചാരം ഞാൻ ഭയങ്കര സ്ട്രോങ് ആണെന്നാണ്. അവസാനം അവനെ കർഷകൻ ഇങ്ങനെ നുള്ളി എടുത്തുകൊണ്ട് പോകും. അവന് വല്ല പരീക്ഷണം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. ഇതുപോലെയാണ് അള്ളാഹ് സ്നേഹിച്ചവരും അള്ളാഹ് സ്നേഹിക്കാത്തവരും, മുഅ്മിനും മുനാഫിക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. നമ്മൾ വിചാരിക്കും ഒരു പ്രയാസം ഉണ്ടാകാത്തപ്പോഴേ പടച്ചോൻ എന്നെ വല്ലാണ്ടങ്ങ് സ്നേഹിക്കുകയാണെന്നാ. അത് മുനാഫിക്കിന്റെ ചിന്തയാണ്. സയ്യിദുനാ റസൂലുള്ളാഹ്. ഈസാ നബി ഒരിക്കലും ഇങ്ങനെ നല്ല ചുട്ടുപഴുത്ത മരുഭൂമിയിലൂടെ നടന്നു പോവാ. അപ്പൊ ആളുകൾ ചോദിക്കുന്നുണ്ട്, അല്ല റൂഹല്ലാ, അങ്ങേക്ക് നല്ലൊരു വാഹനം വാങ്ങി അതിൽ പോയിക്കൂടെ? ഈസാ നബി വിളിച്ചൊരു മറുപടി ഉണ്ട്, വാഹനം വാങ്ങാനൊക്കെ എന്നെ കൊണ്ട് പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വാഹനത്തിൽ കയറി യാത്ര ചെയ്യുമ്പോഴേ ഞാൻ പടച്ചോനെ ഇടക്ക് മറന്നുപോന്നുള്ളൊരു പേടി എന്റെ മനസ്സിലുണ്ട്. ആരും അറിയണം. ഞാനിങ്ങനെ ചുട്ടുപഴുത്ത മണലിലൂടെ നടക്കുമ്പോ എന്റെ കൽബിൽ അല്ലാഹ് മാത്രമേ ഉള്ളൂ. എനിക്ക് ചുട്ടുപഴുത്ത മണലാണെന്ന് തോന്നണില്ല കേട്ടോ, ഇതൊരു പ്രയാസമല്ല. ഇതിലിങ്ങനെ നടക്കുമ്പോ എന്റെ കൽബിൽ എന്റെ റബ്ബ് നിറയാൻ, റബ്ബിനോടുള്ള മഹബത്ത് നിറയാൻ, റബ്ബിനോടുള്ള പ്രണയം നിറയാൻ ഞാനതിങ്ങനെ ആസ്വദിക്കുകയാണ്. റൂഹുല്ലാഹി ഈസാ. നബിമാര് ആനന്ദമായി കണ്ടതാണ് അതൊക്കെ. നമുക്ക് എന്നാ ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റണത്? അള്ളാഹു ഉൾക്കൊള്ളാൻ മാത്രം വിശാലതയൊന്നും നമ്മുടെ കൽബിനില്ല, പക്ഷെ റബ്ബിന് തുറന്നു തരാൻ പറ്റൂലേ? അള്ളാഹു ചെരുമാറാകട്ടെ, അള്ളാഹു ചെരുമാറാകട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നവരിലേക്ക് ദാരിദ്ര്യവും പരീക്ഷണവും ഇറങ്ങുമെന്ന് ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. സയ്യിദുനാ റസൂലുള്ളാഹ് അല്ലേ? ഞാൻ പറഞ്ഞു മനസ്സിലായോ? അതായത് ചില സമയത്തൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മളിപ്പോൾ രാത്രിയിൽ നമ്മുടെ പ്രിയപ്പെട്ടവൾ ഇങ്ങനെ ഫോൺ ചെയ്യാണ്, ഒരു കാമുകിയെ ഫോൺ ചെയ്യാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാനിപ്പോൾ കോയമ്പത്തൂര് പോയിട്ട് തലേന്ന് ഉറങ്ങിയിട്ടില്ല, രാവിലെ ഉറങ്ങിയിട്ടില്ല, രാത്രി 12 മണിയായിട്ട് ഉറങ്ങിയിട്ടില്ല. അപ്പം എൻ്റെ അവസ്ഥ എന്തായിരിക്കും? എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റുമോ? അങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിലായിരിക്കും എനിക്ക് കാമുകിയുടെ ഒരു ഫോൺ കോൾ വന്നത്. പിന്നെ എനിക്ക് ഉറക്കം വരുമോ? 5 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചാലും ഉറക്കം വരുമോ? പിന്നെ അവൾ വെച്ചുകൊണ്ട് പോകുമ്പോഴായിരിക്കും ഉറങ്ങിയില്ലല്ലോ എന്ന് ചിന്തിക്കണത്. എന്തേ കാരണം? അത് യഥാർത്ഥ പ്രണയം അങ്ങനെയാണ്. അപ്പൊ അള്ളാനെ ഓർത്ത് ഞാനിങ്ങനെ ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ നടക്കുമ്പോഴും അതൊരു പൊള്ളലായി ചൂടായി എനിക്ക് അനുഭവപ്പെടുന്നില്ല. അത് മധുരമായി തോന്നുന്നത് എന്തുകൊണ്ടാണ്? ആ റബ്ബിന്റെ പ്രണയം എന്റെ കൽബിൽ. സയ്യിദുനാ ഈസാ സലാം. ഒരിക്കലേ അള്ളാന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് അവിടുത്തെ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, കേട്ടിട്ടുണ്ടോ സ്വഹാബിയെ കുറിച്ച്? ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ആ സ്വഹാബിയിലേക്ക് ഒന്ന് നോക്കിക്കേ. നബി തങ്ങൾ പറയണം. അപ്പോൾ ഉമറും കൂട്ടരും ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ആ സ്വഹാബിയിലേക്ക്. എന്നിട്ട് പറയുന്നുണ്ട്, അല്ലദീ ഖദ് നവ്വറല്ലാഹു ഖൽബഹു, ആ സ്വഹാബിയുടെ കൽബുണ്ടല്ലോ അല്ലാഹു പ്രകാശിപ്പിച്ചിട്ടുണ്ടേ സയ്യിദുനാ റസൂലുള്ളാഹ്. അങ്ങനെ ഇപ്പൊ പ്രകാശിപ്പിക്കാൻ മാത്രമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നോക്കുമ്പോ ഒരു ആടിന്റെ തോല് ഉടുത്തിട്ടാ വരണേ, വേറൊന്നുമില്ല ഉടുക്കാനേ. ആടിന്റെ തോല് ശരീരത്ത് ഉടുത്തിട്ടാണ് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വരണത്. നബി തങ്ങൾ പറയാ, ഈ മനുഷ്യനെ നേരത്തെ എനിക്കറിയാം, വലിയ തറവാടായിരുന്നു, ഒരുപാട് സ്വത്തുണ്ടായിരുന്നു, വലിയ കുടുംബമായിരുന്നു. അള്ളാനെ റസൂലിനെ വല്ലാതെ മഹബത്ത് വെച്ചപ്പോ ഇതൊക്കെ പോയി. അപ്പൊ അവന്റെ കൽബ് അള്ളാഹ് തുറന്നു കൊടുത്തു സയ്യിദുനാ റസൂലുള്ളാഹ്. പക്ഷെ അപ്പൊ കിട്ടാത്ത ആനന്ദം ആ സ്വഹാബി എപ്പ അനുഭവിക്കുന്നുണ്ട്? നമ്മുടെ നോട്ടം പോലെയല്ല, കൽബിലെ ആനന്ദം അത് ഈമാനിന്റെ അടയാളമാ. സയ്യിദുനാ റസൂലുള്ളാഹ് കൃത്യമായിട്ട് പഠിപ്പിച്ചു തരില്ലേ അല്ലേ? എന്നാ പിന്നെ അങ്ങനെ ഒരു സുഖം വേണ്ട ഉസ്താദിന്ന് അല്ലേ? അങ്ങനെ ഒരു സ്നേഹം വേണ്ട, അങ്ങനെ ഇടങ്ങേറായിട്ടുള്ളൊരു അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? നമ്മളെ ഇപ്പൊ ഞാൻ വാൽപ്പാറയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് ടീ എസ്റ്റേറ്റുകളൊക്കെ സ്വന്തമായിട്ടുണ്ട്, കോടീശ്വരനാണ്. എന്തു പറഞ്ഞാലും ഞാനിപ്പോ പറയാം, നമ്മുടെ ഹബീബെ, പുള്ളിയുടെ പേരും ഹബീബ് എന്നാണ്. ഹബീബെ നമ്മുടെ ഇന്നാലിന്റെ കാര്യത്തിന് ചെയ്യണം എന്ന് പറഞ്ഞാൽ അപ്പ ചാടി ചെയ്യണ ഒരു മനുഷ്യൻ, അത്ര സ്നേഹമാണ്. ഒറ്റ കണ്ടീഷനുള്ള മൂപ്പർക്ക്, ഉസ്താദെ സമാധാനം കിട്ടാനൊന്നും ആയിരിക്കണം, സമാധാനം കിട്ടാനൊന്നും ആയിരിക്കണം ഉസ്താദെ. നല്ല മക്കളാ. പുള്ളിയുടെ മകൻ കർണാടകയിൽ വലിയൊരു ഹോസ്പിറ്റലിൽ കാർഡിയോളജിസ്റ്റാ, എൻ്റെ സ്റ്റുഡൻ്റാണ്. അതുപോലെ തന്നെ മകള് ഒരു കോളേജിൽ പ്രൊഫസറാണ്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല നല്ല പൊസിഷനിലാണ്. പക്ഷെ പുള്ളി പറയും, എനിക്ക് സമാധാനമല്ല, ഒന്നും ദ്വാരക്കും ഉസ്താദ്, ഞാൻ എന്തും ചെയ്യാം. നിങ്ങൾക്ക് പിടികിട്ടിയോ, സാധനം പിടികിട്ടിയോ? ഈ സമാധാനം എവിടെ നിന്ന് കിട്ടണം? പിന്നെ ഇരുത്തി പടച്ചോന്റെ പ്രണയത്തെക്കുറിച്ചൊരു ക്ലാസ് കൊടുക്കേണ്ടി വന്നു.
നമ്മൾ ചിന്തിക്കുന്നിടത്തൊന്നുമല്ല സമാധാനം. അള്ളാനെ പ്രണയിക്കുന്നവർക്ക്, അവന്റെ സ്നേഹം ലഭിക്കുന്നവർക്ക് സമാധാനമുണ്ടെന്നല്ലേ സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹ്. ഇവിടുത്തെ ജീവിതത്തിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവില്ല നമ്മുടെ ലക്ഷ്യം എന്താണ്? ഈ ദുനിയാവിൽ കുറച്ചാൾ ജീവിക്കലാണോ? ആണോ? പോകേണ്ട ഒരു യാത്ര നമുക്ക് അല്ലേ? ആ ലോകത്ത് എൻ്റെ നാഥനോടൊപ്പം റബ്ബിനെ കണ്ട് സന്തോഷത്തോടെ കാലാകാലം വസിക്കുന്നതാണോ? ഇവിടെ കുറച്ച് അടിച്ചുപൊളിയാണോ? ഏതാ നമുക്ക് വേണ്ടത്? പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഞാൻ പറയണത്, ഇവിടെ എന്തെല്ലാം പ്രയാസം ഉണ്ടായാലും അള്ളാനെ സ്നേഹിക്കുന്നവർക്ക് ഇവിടെയും സ്വർഗം പോലെയാണ്. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഒരു നരകത്തിൽ ഇടങ്ങിറക്കുണ്ടെങ്കിലും എന്ത് പ്രയാസത്തിന്റെ ഇടയിലും എന്താ അവന് തോന്നണത്? ഇതാരെനിക്ക് തന്നതാ? ആരാ തന്നത്? എന്തിനത് തന്നത്? എൻ്റെ റബ്ബും ഞാനുമായിട്ടുള്ള പ്രണയത്തിന്റെ മാറ്റുകൂട്ടാനാണ്. എന്നാ പിന്നെ ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കൂല, ഞാൻ എൻ്റെ റബ്ബിനെ ഒന്ന് സ്നേഹിക്കട്ടെ അല്ലേ? ഒറ്റപ്പെടുന്നു എന്ന് തോന്നുമ്പോ നമ്മൾ തിരിച്ചറിയേണ്ട എന്താണ്? എനിക്ക് ഭാര്യയില്ല, മക്കളില്ല, ഉമ്മയില്ല, വാപ്പയില്ല, കൂട്ടുകാരില്ല, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി എന്ന് തോന്നുന്ന ഒരു ഘട്ടം വരുമ്പോ എന്താ മനസ്സിലാക്കേണ്ടത്? എൻ്റെ റബ്ബിന് എന്നോടൊപ്പം ഒന്ന് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒറ്റക്കായേക്കണേ. ഞാൻ അവൻ്റെ ഒപ്പം പോയി ഒന്ന് ഒറ്റയ്ക്കിരിക്കട്ടെ, എന്റെ ടെൻഷനൊക്കെ അവിടെ തീർന്നു. മനസ്സിലായോ? പിടികിട്ടി നമുക്ക്? ഇപ്പൊ ടെൻഷനല്ല വേണ്ടത്. ടെൻഷൻ തോന്നുമ്പോ എൻ്റെ റബ്ബ്, അവനുമായി ഒന്ന് ഒറ്റയ്ക്കിരിക്കാനായിട്ട് റബ്ബ് താല്പര്യപ്പെടുന്നുണ്ട്. ഞാൻ എൻ്റെ റബ്ബോടൊപ്പം പോയി ഒന്ന് ഒറ്റയ്ക്കിരിക്കട്ടെ. അതിനു പറ്റി ഏറ്റവും നല്ല സമയം കേട്ടോ തഹജ്ജുദിനൊക്കെ. തഹജ്ജുദ് വെറുതെ നിസ്കരിച്ചാ പോരാ, റബ്ബിന്റെ മുമ്പിൽ അങ്ങ് അർപ്പിച്ചുകൊണ്ട് നിസ്കരിച്ചിട്ട് ആരാരും കാണാതെ കൂരിരുട്ടുള്ള സമയത്ത് ഒറ്റയ്ക്കിരുന്നിട്ട് റബ്ബിനെ പ്രണയിച്ചുകൊണ്ട്, വെറുതെ അല്ല, ചട്ടിയിലിട്ട് വറക്കണ അള്ളാനെയല്ല, എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന എന്റെ റബ്ബായ അള്ളാനെ ഖൽബ് തട്ടിയിട്ട് അല്ലാഹ് ഒന്ന് വിളിച്ചു നോക്കിയേ. പൊട്ടും നമ്മുടെ ഖൽബ്, തകരും നമ്മുടെ അഹങ്കാരം, എല്ലാം തകർന്ന് നല്ലൊരു അടിമയായി മാറാൻ പറ്റിയ വഴിയാണ്. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടാണല്ലാ, എനിക്ക് പറഞ്ഞേ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടാണല്ലാ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നില്ല. ഇപ്പൊ നമ്മുടെ ഒരു ചിന്ത ഉണ്ട്, നമുക്ക് നിഅമത്തുകൾ ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ നമ്മൾ വിചാരിക്കണത് അള്ളാഹ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടം, പ്രയാസം വരുമ്പോ അല്ലേ അള്ളാഹ്ക്ക് എന്നോട് എന്തൊരു ദേഷ്യമുണ്ട് എന്നാണ്. ഖുർആൻ പറയുന്നുണ്ട്, ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. പടച്ചോൻ ഇങ്ങനെ അനുഗ്രഹങ്ങളൊക്കെ തരുമ്പോ അള്ളാഹ് എന്നെ ആദരിക്കാണ്, അള്ളാഹ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും പ്രയാസം വരുമ്പോ അള്ളാഹ്ക്ക് എന്നെ ഇഷ്ടമല്ല, ഞാൻ തനിച്ചായി, ഇത് വിഡ്ഢികളുടെ സ്വഭാവമാണെന്നാണ് അല്ലാമ ഇബ്നു കസീർ രേഖപ്പെടുത്തി വെക്കണത്. മുഅ്മിൻ അങ്ങനെ ചിന്തിക്കൂല. സയ്യിദുനാ റസൂലുള്ളാഹ് എനിക്കെന്റെ റബ്ബിനെ ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ പറഞ്ഞാ പോരാ, ഖൽബ് തട്ടിയിട്ടൊന്ന് പറഞ്ഞു നോക്കിയേ, ഉഹിബ്ബുക യാ അല്ലാഹ്, എന്നെ വല്ലാതെ എനിക്കിഷ്ടാണല്ലാ. ഒന്ന് തനിച്ചിരുന്ന് ഖൽബ് തട്ടിയിട്ട് പറഞ്ഞു നോക്കി, ആ സ്നേഹം ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ നമ്മൾ മറ്റൊരാളെ പറ്റിക്കണ പോലെയല്ല. ഇപ്പൊ നമ്മുടെ മനസ്സിൽ മറ്റൊരു സ്ത്രീയെ വിചാരിച്ചുകൊണ്ട് കെട്ടിയോളോട് പറയാം, എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടാടി, പാവ അവള് വീഴും. കാരണം എന്താ? നമ്മുടെ ഖൽബ് ആർക്കറിയില്ല, ആ സാധുവിനറിയാൻ പാടില്ല അല്ലേ? ഇപ്പൊ കുറച്ച് നേരം മുമ്പ് ഒരു മെസ്സേജ്, നല്ല എഡ്യൂക്കേറ്റഡ് ആയ കുട്ടിയാണ്, ഞാൻ വേണമെങ്കിൽ 1-2 ആൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ഒരു സങ്കടമാണ്. കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമായുള്ളൂ. അപ്പോൾ ഭർത്താവിൻ്റെ അവിഹിതം പിടിച്ചതാണ്. ഭർത്താവിൻ്റെ അവിഹിതം പിടിച്ചെന്ന് വെച്ചാൽ എങ്ങനെയാണ് മോളെ 2 മാസത്തിൻ്റെ അകത്ത് എങ്ങനെ പിടിച്ചത്? എന്നാ മണ്ടനത് ചിന്തിക്കേണ്ട കാര്യമല്ലേ? അതായത് ഞങ്ങൾ രണ്ടുപേരും ഉപയോഗിക്കുന്നത് ഒരേ മെയിൽ ഐ ഡിയാണ്. എൻ്റെ കെട്ടിയവൻ, ഇത് റബ്ബ് കാണിച്ചു കൊടുക്കണതാണ് അല്ലേ? അവൻ ഉപയോഗിക്കണതും ഞാൻ ഉപയോഗിക്കണതും ഒരേ മെയിൽ ഐ ഡി ആണ്. അപ്പോൾ പുള്ളിയുടെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ ഫോണിൽ കാണാൻ പറ്റി. ഒരുപാട് മോശമായ അവസ്ഥയിലൊക്കെ പറയാം. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? ഇല്ലില്ല, എപ്പോൾ വിളിച്ചാലും ലവ് യു, നീ കെയർ ചെയ്യണം, നീ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. 2 മാസമായിട്ടുള്ള കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഗൾഫിലേക്ക് പോയതുമാണ്. സ്നേഹമല്ലാതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല, ഇന്നുവരെ ദേഷ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്ന ആ പാവം ഇപ്പോഴല്ലേ അറിഞ്ഞത്. ഇതുപോലെ അള്ളാഹിനോട് നമുക്ക് പറ്റിക്കാൻ പറ്റുമോ?
അള്ളാഹിനെ പറ്റിക്കാൻ പറ്റുമോ? അള്ളാഹ് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണല്ല. ഉള്ളില് സമ്പത്തിനോട് പ്രണയം, ദുനിയാവിനോട് പ്രണയം, ഇതൊക്കെ കൊണ്ടൊന്ന് മനസ്സിൽ നിറച്ചു വെച്ചിട്ട് അള്ളാഹ് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇത് സത്യമാണോ? ആവോ സത്യം? അല്ല. എല്ലാത്തിലും അപ്പുറമാരാണ്? അല്ലാഹ് മാത്രം. അല്ലാഹ് മാത്രം. ലാ ഇലാഹ, എനിക്ക് ആര് മാത്രമേ ഉള്ളൂ? ബാക്കിയൊക്കെ അല്ലാഹ് തന്നതാണ്. ആത്യന്തികമായി എനിക്ക് ആരേ ഉള്ളൂ? ആരേ ഉള്ളൂ പറഞ്ഞേ. അപ്പോ നമ്മുടെ കൽബിൽ എന്ത് വേണം? ആത്മാർത്ഥത ഉണ്ട്. അതിനിപ്പോ എന്താ വഴി? അതായത് അറിയുമ്പോഴാണ് മനുഷ്യൻ ഇഷ്ടപ്പെടുക. ഉറക്കം വരുന്നുണ്ടോ? 5 മിനിറ്റ് ചുരുക്കാണ്. അറിയുമ്പോഴാണ് മനുഷ്യൻ ഇഷ്ടപ്പെടുക. അള്ളാന്റെ ദാത്തിനെ കുറിച്ചൊന്നും നമുക്ക് അറിയാൻ പറ്റൂലല്ലോ. പക്ഷെ അള്ളാന്റെ ഈ മഅരിഫത്ത് എന്ന് പറഞ്ഞ സംഗതി എങ്ങനെ ഇപ്പൊ കിട്ടുക? അവന്റെ സിഫത്ത്, അവന്റെ അഫ്ആല്, അവന്റെ ഖുദ്റത്ത്, അവന്റെ വിശേഷണങ്ങൾ, പ്രവർത്തനങ്ങൾ, അവന്റെ കഴിവ്, അവന്റെ ഖുദ്റത്തല്ലാതെ എന്തെങ്കിലും ഈ ലോകത്തുണ്ടോ? ഇതിലൂടെയൊക്കെ നമുക്ക് ആരെ തിരിച്ചറിയാൻ പറ്റണം? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. കണ്ണുകൊണ്ട് കാണാം, മൂക്കുകൊണ്ട് സ്മെല് ചെയ്യാം, ചെവി കൊണ്ട് കേൾക്കാം, നാവ് കൊണ്ട് രുചിക്കാം, വിരൽ കൊണ്ട് തൊടാം. ഇതൊക്കെ മൃഗങ്ങൾക്കും ഉണ്ട് അല്ലേ? മൃഗങ്ങൾക്ക് അള്ളാനെ കിട്ടിയിട്ടുണ്ടോ? നമുക്ക് വേറൊരു സാധനം കൂടെ പഠിച്ചു തന്നിട്ടുണ്ട്. കൽബാണ്. കൽബ്. കൽബ് കൊണ്ട് നമുക്ക് ആരെ കണ്ടെത്താൻ പറ്റണം? പറഞ്ഞേ. ആരെ കണ്ടെത്താൻ പറ്റും? അത് നമുക്കേ ഉള്ളൂ. കൽബ്. ആ ചിന്തിക്കാനുള്ള നല്ല കഴിവ് നമുക്കും പിന്നെ ജിന്നുകൾക്കേ ഉള്ളൂ. നമ്മൾ അതിലൂടെ ആരെ കണ്ടെത്തണം? അല്ലാഹു റബ്ബുൽ ആലമീനെ കണ്ടെത്തണം. അപ്പൊ എല്ലാം ആനന്ദമാണ്. അതല്ലേ മുത്തുനബി തങ്ങൾ പറഞ്ഞത്, ജുഅലത് ഖുർറത്തു ഐനി ഫിസ്സലാ. നിസ്കാരം എന്ന് പറഞ്ഞാൽ എനിക്ക് കൺകുളിർമയാണ്. നമുക്ക് നിസ്കാരം എന്ന് പറഞ്ഞ ഒരു ജാതി ഇടങ്ങേറാണ് അല്ലേ? ഒരു കടത്ത് കഴിക്കലാണ്, ഒരു കടമ തീർക്കലാണ്. പക്ഷെ റസൂലുള്ള പറയും എനിക്ക് ആനന്ദാണ്, എൻ്റെ കണ്ണിന് കുളിർമയാണ്. സയ്യിദുനാ റസൂലുള്ള. നമ്മള് ഇപ്പോ ഇന്ത്യയുടെ നല്ലൊരു പ്രധാനമന്ത്രി വന്നെന്ന് നോക്കുക, ഇനി വേറൊന്നും വേണ്ടല്ലോ. നല്ലൊരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഏതെങ്കിലും ഒരു കാലത്തുണ്ടായി. ആ പ്രധാനമന്ത്രിയെ കാണാൻ നമുക്കൊരു അവസരം കിട്ടി. ആ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ പോയി നമ്മളിങ്ങനെ നിൽക്കുമ്പോ ഇങ്ങനെ നിന്നുണ്ട് ഇങ്ങനെ കാണിച്ച് നിൽക്കോ? എന്താ നിക്കാച്ച്? എന്താ അങ്ങനെ കാണിക്കാച്ച്? പിന്നെ ആന ചിഹ്നം വിളിക്കണ പോലെ അവിടെ നിയമക്കം വിടുവോ? എന്തു വന്നാലും പിടിച്ചു. കാരണം എന്താ? നിങ്ങൾ പറ, കാരണം എന്താ? ഇന്ത്യയുടെ, നിങ്ങൾ പറയണില്ല, റെസ്പോൺസ് ഇല്ല. ഇന്ത്യയുടെ അള്ളാന്റെ മുമ്പിൽ നിൽക്കുമ്പോഴോ നമുക്കിന്ന് വരെ ഉറപ്പ് കിട്ടിയിട്ടില്ല നമ്മൾ നിൽക്കണത് ആരുടെ മുമ്പിലാണെന്ന്. അള്ളാന്റെ മുമ്പിലാണ്. അതുകൊണ്ടാണ് നമുക്ക് മടി തോന്നണത്, നമുക്കതുകൊണ്ടാണ് താല്പര്യമില്ലാത്തത്, നമുക്കതുകൊണ്ടാണ് കടത്ത് കഴിക്കണ പോലെ തോന്നണത്. ആസ്വദിക്കണം എന്റെ റബ്ബിനെ, പ്രണയിക്കണം എന്റെ റബ്ബിനെ, എന്നിട്ടൊന്ന് മുമ്പിൽ നിന്ന് നോക്കിയേ, എല്ലാം മറക്കും, റബ്ബ് മാത്രം കൽബിൽ. ഇതൊരു ആനന്ദമായിരിക്കും അത്. അല്ലാഹു അതിന് തൗഫീക്ക് നൽകട്ടെ, അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഇപ്പൊ ഗസാലി ഇമാം പറയുന്നുണ്ട് 5 കാരണങ്ങൾ കൊണ്ട് നമുക്ക് പ്രണയം ഉണ്ടാവും. ഇപ്പൊ അടിസ്ഥാനപരമായി നമ്മൾ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്ന ആരെയാ? ചിലര് പറയും എന്റെ ജീവനേക്കാൾ എന്റെ പിള്ളേരെ എനിക്ക് ഇഷ്ടമാണ്. ഒന്നാം തരം തള്ളായിരിക്കും അത്. പിള്ളേരെക്കാളും ഇഷ്ടം ആരെയായിരിക്കും നമുക്ക്? നമ്മളെ തന്നെയാണ് അല്ലേ? ഞാൻ പറഞ്ഞില്ല, അതായത് നമ്മളിപ്പോ എരമത്ത് വെള്ളപ്പൊക്കം വന്നു നോക്കാം, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വെള്ളപ്പൊക്കം വന്നു, നമ്മുടെ കയ്യിൽ കുഞ്ഞുണ്ട്, കുഞ്ഞിനെ ഇങ്ങനെ പൊക്കി പിടിച്ചു. അല്ലോ എൻ്റെ പുള്ള ഉമ്മായാണ് പൊക്കി പിടിച്ചേക്കണത്. ബാപ്പാനേക്കാളും ഇച്ചിരി കൂടുതൽ സ്നേഹം ഉമ്മാക്കാണല്ലോ, അങ്ങനെയാണല്ലോ. അപ്പോൾ വെള്ളം വന്നു, ഇവിടം വരെ വെള്ളം എത്തി, കുഞ്ഞിനൊന്നും കൂടെ പൊക്കി, ഇവിടം വരെ വെള്ളം എത്തി, കുഞ്ഞിനൊന്നും കൂടെ പൊക്കി, അല്ലോ എൻ്റെ പുള്ള മൂക്കിലേക്ക് വെള്ളത്തിയപ്പോഴത്തേക്കും അല്ലോ എന്ന് പറഞ്ഞ പുള്ളേനോട് താഴ്ത്തിടും. കാരണം എന്താ? അവിടെ സ്വന്തം ജീവനാണ്. അങ്ങനെയൊന്നുമില്ല. പിന്നെ അതിലും അപ്പുറം സ്നേഹിക്കാൻ പറ്റിയ ഒരുത്തൻ ഉണ്ടെങ്കിൽ അത് ആരെയുള്ളൂ? പറഞ്ഞേ. അതും ഹബീബിലൂടെ തന്നെ പോകണം. രണ്ടാമതായിട്ട് നമുക്ക് സ്നേഹം തോന്നാനായിട്ട് ഒരാൾ നമുക്ക് ഗുണം ചെയ്യുന്ന ഒരാളോട് സ്നേഹം തോന്നൂലേ? നമുക്ക് ഗുണമല്ലാതൊന്നും ചെയ്തിട്ടില്ല, അയാളോട് സ്നേഹം തോന്നൂലേ? തോന്നൂല്ലേ? അയാൾ ചെയ്തതൊക്കെ ഗുണമാണ്, നല്ലൊരു മനുഷ്യനാണ്, സ്നേഹം തോന്നൂലേ? മൂന്നാമതായിട്ട് വിശാല മനസ്കൻ. ഞാൻ കുറെ തെറ്റും തോന്നിയാസമൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും അയാൾ എനിക്ക് പുറത്തു തരികയാണ് അല്ലേ? എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് എന്നപ്പോഴത്തേക്ക് എന്നെ സഹായിച്ചിട്ടാ. ഞാൻ അന്ന് ചെയ്തതിനൊന്നും എന്നോട് എതിർത്തും പറഞ്ഞില്ല, എന്നെ ചീത്തയും പറഞ്ഞില്ല. ഞാനന്ന് അയാൾക്ക് നേരെ ഒരുപാട് ചീത്ത പറഞ്ഞതാ, മറ്റുള്ളവരോട് കുറ്റം പറഞ്ഞു കൊടുത്തതാ. ഇതൊക്കെ അറിയാം ഹാജിയാരിക്ക്. എന്നിട്ട് എന്നെ കണ്ടപ്പോൾ ചേർത്ത് പിടിച്ച് എനിക്ക് വേണ്ട പൈസയൊക്കെ തന്നു. ഈ ഹാജിയാരോട് ഭയങ്കര ഇഷ്ടം ഉണ്ടാവൂലേ? പറഞ്ഞേ. മറ്റൊന്ന് ഭംഗി കൊണ്ടേ ഉള്ളൂ. ബാക്കി എന്ത് പ്രണയമാണ് നമ്മൾ അല്ലേ? ഭംഗി കൊണ്ട് പ്രണയിച്ച് പെട്ടുപോയ കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഭംഗി കൊണ്ട് മാത്രം പ്രണയിക്കുന്ന ഒരാളുകളില്ലേ?
ഇല്ല? നിങ്ങൾ പറയും. ഇന്ന് ഈ 18-19 വയസ്സിൽ തോന്നുന്ന പ്രണയം അത് കൽബിയായ ഭയങ്കര സ്ട്രോങ് ആയ പ്രണയമാണോ? അത് വേറെ ഇൻഫാക്ച്വേഷൻ, അഫെക്ഷൻ ഒക്കെ അത്രയേ ഉള്ളൂ. കാണുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു കറുത്ത പെണ്ണിനെ പ്രണയിച്ച സുന്ദരൻ ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ടോ? ആകെ നോക്കണത് വെളുപ്പുണ്ടോ എന്നാണ്. കൽബൊക്കെ നോക്കണ്ട നമ്മൾ. ഭംഗിയുണ്ടോ? ഭംഗിയാണ് വെളുപ്പാണ് ഭംഗി എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ കിടപ്പേണ്ടതാണ്. മനസ്സിലായോ? ഭംഗി. മറ്റൊന്നെന്താണ്? മറ്റൊന്ന് ആന്തരികമായ ആകർഷണം. ചില ആളുകളോട് നമുക്കൊരു ആന്തരികമായി കൽബിന്റെ ഉള്ളിൽ നിന്നൊരു സ്നേഹം തോന്നും, അല്ലേ? ഇങ്ങനെ എന്തെല്ലാം എടുത്തു നോക്കിയാലും എല്ലാം കൊണ്ടും തികഞ്ഞ ഒരുത്തനെയുള്ളൂ ലോകത്ത്. ആരാണത്? അല്ലാഹ്. ഇതിന്റെ വിശദീകരണം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അള്ളാഹു അത് ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകട്ടെ. അവനെ സ്നേഹിക്കാൻ, അവനെ ഉൾക്കൊള്ളാൻ, അവനെ പ്രണയിക്കാൻ, എല്ലാത്തിലും വലുതായി റബ്ബിനെ ആസ്വദിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ അൽഹംദുലില്ലാ, എല്ലാവരും കേട്ടില്ലേ? ഇതുപോലെ ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്തണം കേട്ടോ. എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ നാഥനുണ്ട് എന്നുള്ള ബോധ്യത്തിൽ വേണം ഇതൊക്കെ ചിട്ടപ്പെടുത്തിയെടുക്കാൻ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം, അതായത് ഇപ്പോൾ അടുത്ത മാസം റജബ് കഴിയാറായി, അടുത്ത മാസം വരാനായല്ലേ? നമ്മളെന്തായാലും 11,000 രൂപ ഇൻഷാ അല്ലാഹ് ഈ പുതിയ മാസം വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ വിജയിയെ പ്രഖ്യാപിക്കും. അള്ളാഹു അർഹരിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഏതായാലും ഇന്നത്തെ ചോദ്യം സിമ്പിളാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി എന്ന് തുടങ്ങുന്ന സ്വലാത്ത് കൊണ്ടുള്ള ആഹ്വാനം നടത്തിയിട്ടുള്ള ഒരു ആയത്തുണ്ടല്ലോ. ആ ആയത്ത് ഏത് മാസമാണ് ഇറങ്ങിയിട്ടുള്ളത്? ഏത് മാസത്തിലാണ് ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പല ആളുകളും നമ്മുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആ മനുഷ്യരിലേക്ക് റിലീഫ് പദ്ധതിയിലേക്കൊക്കെ ഹദിയ ചെയ്തവരുണ്ട്. എല്ലാവരുടെയും സങ്കടങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ. എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു ഹാസിലാക്കട്ടെ. ഇന്ന് പുണ്യറജബിലെ അവസാനത്തെ തിങ്കളാഴ്ച രാവാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് കൃത്യം 7 മണിക്ക് നമുക്ക് ഒരുമിക്കണം. അപ്പോൾ വിശാലമായിട്ട് നമുക്ക് അവിടെ ദ്വാരക്കാം. എന്തെല്ലാം മുറാദുകൾ മനസ്സിലുണ്ടോ? ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നും കൂടെ മെസ്സേജ് അയച്ച ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അല്ലാഹു ഹാസിലാക്കട്ടെ, സങ്കടങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.